ജിപ്സിയുടെ ഒരു കാർബറേറ്റർ വണ്ടിയാണ്. ഇതിൻ്റെ ഇപ്പോൾ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി 4 വീൽ എൻഗേജ് ചെയ്ത് ഇപ്പോൾ 4 വീല് എൻ്റെ ഗിയർ ബോക്സ് സ്റ്റക്കായിപ്പോയി. അതായത് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടോ, ഇങ്ങോട്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് മെയിൻ ഉണ്ടാവാനുള്ള ഇഷ്യൂസ് എന്താ വെച്ചാൽ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോഴും ഡിസെൻഗേജ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു മെയിൻ ഗിയർ ബോക്സ് എപ്പോഴും ന്യൂട്രൽ പൊസിഷനിലാണെന്ന് നമ്മൾ ഉറപ്പ് എപ്പോഴും വരുത്തണം, അല്ലെങ്കിൽ ഇത് സ്റ്റക്കായി പോകും. ജിപ്സിക്ക് പിന്നെ മെയിൻ കംപ്ലൈൻ്റ് ആണ്. എന്നാൽ നമ്മൾ വഴിയിൽ കിടക്കാനുള്ളൊരു മെയിൻ റീസണും ഇത് തന്നെയാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് പറ്റുക നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ 4 സ്റ്റാറിൻ്റെ സ്ക്രൂസ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലിവർ ഒന്ന് അൺലോക്ക് ചെയ്ത് ഒന്ന് ഊരിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോസ് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ 4 സ്ക്രൂസ് റിമൂവ് ചെയ്തിട്ട് കാണിക്കാം. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി കാണിക്കാം കേട്ടോ. ഇതിൻ്റെ 4 സ്ക്രൂസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഇത് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്, നമ്മൾ ആദ്യം ഇതിൻ്റെ ഗിയർ നോബ് നമ്മളിതിങ്ങനെ റൊട്ടേഷൻ വൈസ് ചെയ്യാൻ നമുക്ക് ഇത് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതാ നമുക്കിതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ വരെ. ഇതാണ് ഈ കാണുന്നതാണ് 4 വീലിൻ്റെ ലിവർ ഊരാനുള്ളൊരു ലോക്കാണ്. നമ്മൾ ഈ ബൾബിൻ്റെ ഒക്കെ ഒരു ലോക്ക് വരില്ലേ, ആ ലെവലിലാണ് ചെയ്യുക. അതൊന്ന് താഴോട്ട് പ്രസ് ചെയ്തിട്ട് കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ലിവർ നമുക്ക് ഇങ്ങോട്ട് ഊരി വരും. ഇപ്പോൾ അതിൻ്റെ റിങ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ ലിവർ പോകുന്നു. ഓക്കെ, ഇതിൻ്റെ ലിവർ പോകുന്നു. ഇത് നമ്മളിവിടെ വയ്ക്കുക. അപ്പോൾ അതിലോട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, ഈ രണ്ട് ഇത് കാണുന്നില്ലേ, ആ രണ്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു മൈനസ്, സ്റ്റാർ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഒരു പൊസിഷനിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുക്കുക. അത്യാവശ്യം നല്ല കനമുള്ള ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഇത് രണ്ടും ഇതിങ്ങനെ മുന്നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഏതിലൊരു ലിവർ മുന്നോട്ടായാൽ മതി. ഓക്കെ, രണ്ടും ഒരു ലായിട്ട് ആവണമെന്നില്ല. ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചില കേസസിൽ പെട്ടെന്നാവും, ചില കേസിൽ കുറച്ച് സമയം എടുക്കും. ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഉടഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് രണ്ടും ഒരേ ലെവലിൽ വരുമ്പോൾ ഇതേപോലെ തന്നെ ഈ ലിവർ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ആ ലിവർ നോർമൽ അതേപോലെ പ്ലേസ് ചെയ്തിട്ട് 4 വീൽ എൻഗേജും കണ്ടില്ലേ. അപ്പോൾ ഈ 2 ലിവർ നമ്മൾ ഒരേ ലെവലിൽ എത്തിച്ചു ഉള്ളിൽ. ഇത് നമ്മുടെ ഗിയർ ലിവർ ഇതോട് പഴയതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോർമൽ ടൈമിൽ യൂസ് ചെയ്യുക കേട്ടോ. ഇത്രേ ഉള്ളൂ, വലിയൊരു ഇതെന്ന് പറയാനൊന്നുമില്ല. ഒരു 2 സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഉണ്ടല്ലേ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ചാൽ 4 വീൽ എൻഗേജ് ചെയ്യുമ്പോഴും ഡിസെൻഗേജ് ചെയ്യുമ്പോഴും നമ്മളെ മെയിൻ ഗിയർ ബോക്സിൽ എപ്പോഴും എന്താ പറയുക, ന്യൂട്രൽ പൊസിഷനിലാണെന്ന് എപ്പോഴും ഉറപ്പ് വരുത്താം. ഈ താറ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഇതുപോലെ ലോക്കാവും, പക്ഷെ പെട്ടെന്ന് ലോക്കാവുന്നത് നമ്മുടെ ജിപ്സിയുടേതാണ് പെട്ടെന്നാവുക. മറ്റേ താറും കാര്യങ്ങളൊക്കെ 4 വീൽ ന്യൂട്രലാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ താറിൻ്റെ എല്ലാം സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, എൻഗേജ് ചെയ്യുമ്പോൾ ഡിസെൻഗേജ് ചെയ്യുമ്പോൾ മെയിൻ ഗിയർ ബോക്സ് ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ടയറിൻ്റെ പൊസിഷൻ സ്ട്രൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക എന്നൊക്കെ ഉണ്ടാവും. ജിപ്സിയിൽ അധികം ഈ സ്റ്റിക്കറുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും, ജിപ്സിയിൽ വരാറുണ്ട്, പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ജിപ്സിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതുപോലെ പണി ഒന്ന് വഴിയിൽ നിർത്തുക ഈ ഒരു കേസിൽ. ഓക്കെ, ബാക്കിയുള്ള കേസിലൊക്കെ അടിപൊളിയാണ് വണ്ടി. ഈ ഒരു കേസിൽ വണ്ടി എപ്പോഴും ഇതുപോലെ ഓരോ 4 വീൽ ഗിയർ ബോക്സ് സ്റ്റക്കാവും. അത് അധികം അക്ഷരപൂരും കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ല, ചിലവർക്ക് ഇത് അറിയാത്തതുകൊണ്ടാണ്, അറിയണവരും ചിലവർ പറഞ്ഞു തരില്ല. അപ്പോൾ വഴിയിൽ കിടക്കുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നല്ലൊരു കനമുള്ളൊരു എന്താ പറയുക, മൈനസിൻ്റെ ഇതുപോലത്തെ ഒരു മൈനസും അതുപോലെ തന്നെ ഒരു പ്ലസും. ഓക്കെ, ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല, ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ വഴിയിലായി ഇതൊരു ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി, നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ, പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ട്.